ഹായ് ഫ്രണ്ട്സ്, മൗണ്ടൻ സ്റ്റോറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്ക് ഹാർദവമായ സ്വാഗതം. ഇവിടെ നമ്മൾ നിൽക്കുന്നത് തമിഴ്നാടാണ്. സിനിമയെല്ലാം പിടിച്ചിട്ട് കാക്കത്തൊണ്ടക്കാരി പാട്ടൊക്കെ പാടിയിട്ടില്ലേ, അപ്പോൾ ആ അന്യൻ പാറയുടെ സൈഡാണിത്. ഇത് മെയിൻ റോഡാണ്. അപ്പോൾ ഈ റോഡ് അങ്ങ് പോകുന്നുണ്ട്. തമിഴ്നാട് തിരുനെൽവേലി ഭാഗത്തോട്ടൊക്കെ പോകുന്ന റോഡാണെന്ന് തോന്നുന്നു. നമ്മുടെ ബാക്ക് സൈഡിൽ കണ്ട അതാണ് അന്യൻപാറ. ഇതിന് തൊട്ട് ഇപ്പുറത്ത് ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തിക്കുന്ന ചെറിയ കനാലാണ്. പക്ഷെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഞാനിതിൻ്റെ ഉയരോട്ട് പോയിട്ട് നമുക്കിതിൻ്റെ വിശേഷങ്ങളെല്ലാം കാണാം. നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ ഇത്രയും കാലം ദിവസം വന്നിട്ട് ഇവിടെ വന്നിട്ടില്ല. ഇത് തെങ്കാശിയുടെ അടുത്താണ്. കണ്ടില്ലേ, ഇതാണ് ആ പാറയിലോട്ട് പോകുന്ന വഴി. അപ്പോൾ ഈ വഴി കൂടെ നമുക്കങ്ങ് ഉയരെ കയറി ആയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. കാര്യം അതല്ല, ഈ പാറയ്ക്ക് മുകളിൽ ഒരുപാട് ഔഷധ സസ്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരാം. നമ്മുടെ അവിടെ ഇപ്പോഴ് കുറച്ച് മാത്രം കാണാൻ പറ്റുന്ന ഒരുപാട് ഔഷധ സസ്യങ്ങൾ ഈ ഇതിനൊക്കെ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഞാൻ കയറി വന്നപ്പോൾ തന്നെ നമ്മുടെ വേലിപ്പരുത്തി കണ്ടിട്ടുണ്ടായിരുന്നു. ഇതേ നിൽക്കുന്നത് കണ്ടില്ലേ, ഇത് വേലിപ്പരുത്തിയാണ്. ഞാൻ വിശദമായിട്ട് കാണിച്ചു. കണ്ടില്ലേ, ഇതാണ് വേലിപ്പരുത്തി. ഇതിൽ കായെല്ലാം ഉണ്ടാവും. ഇതിലൊരു പാലുണ്ട്, കണ്ട. ഇത് നമുക്ക് മഞ്ഞ നോവിനും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഒരുവിധപ്പെട്ട ക്ഷതങ്ങളെല്ലാം മാറാനായിട്ട് ഏറ്റവും പറ്റിയതാണ് നമുക്ക് ഈ വേലിപ്പരുത്തി. എന്ന് വെച്ചാൽ നമുക്ക് നെഞ്ചുവേദനയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വേലിപ്പരുത്തി നമ്മൾ ഇടിച്ച് പിഴിഞ്ഞ് ഒരു സ്പൂൺ ചാറെടുത്ത് തേങ്ങാപ്പാലിൽ ചേർത്ത് കുടിച്ചാൽ മതി. അപ്പോൾ ഈ വേലിപ്പരുത്തി തന്നെ കണ്ടില്ലേ, ഇവിടെയൊക്കെ ഒരുപാടുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുറവാണ്. കാരണം ഒരുപാട് ഔഷധ സസ്യങ്ങൾ നമ്മുടെ അവിടെയൊക്കെ അന്യം നിന്ന് പോയി, ഇല്ല, കാണാനൊന്നുമില്ല. ഇവിടെയൊക്കെ ഒരുപാടുണ്ട്. ഇവിടെ ഞാൻ കയറി വരുമ്പോൾ തന്നെ ചങ്ങലം പരണ്ടയൊക്കെ കണ്ടായിരുന്നു. തിരിച്ച് അങ്ങോട്ട് പോകുമ്പോഴത് കാണുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ പാറയുടെ മുകളിലായിട്ട് ഒരു രണ്ട് ദേവിമാരുടെ ശില്പമൊക്കെ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് ഔഷധ സസ്യങ്ങളാണ്. ഇതെല്ലാം നമ്മൾ കഷായത്തിനൊക്കെ എടുക്കുന്ന ഔഷധ സസ്യങ്ങളാണ്. ഇപ്പോൾ കണ്ടില്ലേ, ചങ്ങലം പരണ്ട ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ചങ്ങലം പരണ്ടയുടെ കായ് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഇതിൽ കായുണ്ട്, കായ്ച്ചിട്ടുണ്ട്, കണ്ട. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ചങ്ങലം പരണ്ട കായ്ച്ച് കാണുന്നത് ആദ്യമായിട്ടായിരുന്നു. നമ്മുടെ അസ്ഥി സന്താനി, നമ്മുടെ അസ്ഥി ഒടിവ്, ചതവ്, നമ്മുടെ മുടി കൊഴിച്ചിൽ, മുടി വട്ടത്തിൽ കൊഴിഞ്ഞു പോകുന്ന ഒരു പുഴുക്കടി എന്നൊക്കെ പറയുന്നില്ലേ, അപ്പോൾ അതൊക്കെ ഉണ്ടാകുന്ന ആ ഒരു അസുഖത്തിനൊക്കെ നമുക്ക് ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഔഷധമാണ് ഈ അസ്ഥി സന്താനിയം അല്ലെങ്കിൽ ചങ്ങലം പരണ്ട. എന്ന് വെച്ചാൽ ചെറിയ ഒടിവ്, ചതവ് അതൊക്കെയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇത് ചാറും കൂടെ ചേർത്തിട്ട് എണ്ണ കാച്ചി നമ്മൾ ആ എണ്ണ വെച്ച് കെട്ടിയാൽ മതി. ഇത് തൈവേളയാണ്. തൈവേള എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കഷായത്തിലും നമ്മുടെ മുടി വളരാനുള്ള എണ്ണയിലൊക്കെ എടുക്കുന്ന ഒരു ഔഷധ സസ്യമാണിത്. ഇതാണ് അന്യൻപാറ. മറ്റേ അണ്ടൻ കാക്കത്തൊണ്ടക്കാരി സിനിമയൊക്കെ പാട്ടിലൊക്കെ ഉള്ള പാറയാണിത്. ഇതിൽ ശിവാജി ഗണേശൻ്റെ, രജനീകാന്തിൻ്റെയൊക്കെ ഫോട്ടോ ഇപ്പോഴും അന്ന് വരച്ചത് മായാതെ ഉണ്ട്. ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം. ഇതാണ് പാറയുടെ മുകൾ പരപ്പ്. നല്ല വിശാലമായിട്ടുള്ള പാറയാണ്. നല്ല വ്യൂ ആണ്. ഇവിടെയൊക്കെ താഴെ നല്ല വയൽ, തെങ്ങ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ്. കാരണം റോഡ് സൈഡിലാണ് അങ്ങ് നിൽക്കുന്ന ആ സ്ഥലം കണ്ടില്ലേ, അതെല്ലാം തെങ്ങാണ്. ദൂരെ കാണുന്നതെല്ലാം ഇപ്പോൾ തന്നെ ഈ വയൽ ഉഴുതുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പുറകെ കുറേ കൊക്ക് അങ്ങനെയെല്ലാം ഉണ്ട്. കണ്ടില്ലേ, ഇതാണ് ആ പാറകൾ. കണ്ടോ, ഇപ്പോഴും ആ ഫോട്ടോകളെല്ലാം ഉണ്ട്. കണ്ടില്ലേ നിങ്ങൾ. വിശദമായിട്ട് നിങ്ങൾക്ക് കാണിച്ച് ഞാൻ തരാം. അടുത്തോട്ട് പോയെങ്കിൽ നല്ല കാണാം. ഇതാണ് രജനീകാന്തിൻ്റെ ഫോട്ടോ വരച്ച് വെച്ചിരുന്നത്, വലിയ പാറ. പിന്നെ അങ്ങനെ എല്ലാ പേരുടെയും ഇപ്പോൾ മാഞ്ഞു പോയിട്ടുണ്ട്. മഴക്കാലവും എല്ലാം ഒക്കെ കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങളായില്ലേ, എങ്കിലും ആ പെയിൻറ്റിൻ്റെ ആ ഒരു മികവ് കൊണ്ട് തന്നെയാണ് ഇപ്പോഴും അത് നിലനിൽക്കുന്നത്. കണ്ടില്ലേ ഫോട്ടോകളെല്ലാം. ഈ പാറപ്പുറം നിറച്ച് കുപ്പിച്ചില്ലുകളാണ് കാണേണ്ട രജനീകാന്ത്. അപ്പോൾ ഇതിൻ്റെ ഉയരെ ഒരു അമ്പലം ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ ഫോട്ടോ, അതൊരു ചെറിയ ഗുഹയ്ക്കകത്താണ്. ഇത് നമ്മുടെ ഇപ്പുറത്ത് ഭാഗമാണ്. ഇപ്പുറത്ത് ഭാഗവും നല്ല തെങ്ങും വയലേലകളുണ്ടല്ലേ, എത്രയോ കിലോമീറ്ററുകളോളം നീണ്ട് കിടക്കുന്ന വയലാണിത്. ഈ വയൽ നല്ല ഭംഗിയാണ്. നമ്മുടെ ഈ പാറപ്പുറത്ത് വന്നിരുന്ന കാറ്റെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ, അന്യായ കാറ്റാണെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുണ്ട്. ഇവിടെ നിങ്ങൾക്കൊക്കെ ഒരു ദിവസത്തേക്കൊക്കെ വരാനാണെങ്കിൽ തെങ്കാശിയിൽ നിന്ന് ഒരു 7 കിലോമീറ്ററൊക്കെ ഉള്ളൂ.
വന്നാൽ നല്ല പൊളി സ്ഥലമാണ്. കാറ്റ് പിടിക്കുന്ന സൗണ്ട് കേൾക്കുന്നില്ലേ? ഭയങ്കര കാറ്റാണ്, ഭയങ്കര കാറ്റ്. നമ്മളെ എടുത്തുകൊണ്ട് പോകും തോന്നും കാറ്റ്, അത്രയ്ക്ക് കാറ്റുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്. അവർ രണ്ടുപേരും കൂടെ അണ്ടൻ കാക്ക തൊണ്ടക്കാർ പാട്ടൊക്കെ കേട്ട് നിൽക്കുകയാണ്. ഇതാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ആ പാറയിലോട്ട് നോക്കുമ്പോഴുള്ള വ്യൂ. നടന്നു പോകുന്ന വഴികളൊക്കെയാണ് ഇതൊക്കെ. വൈകുന്നേര സമയമൊക്കെ ആകുമ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകളെല്ലാം ഇവിടെ വരണമുണ്ട്. കാരണം ഞങ്ങൾ തിരിച്ചിറങ്ങാൻ ടൈം ആയപ്പോഴത്തേക്ക് ഒരുപാട് പേര് ഇതിനകത്തോട്ട് വരണമുണ്ടായിരുന്നു. ഫാമിലി ആയിട്ടും അല്ലാതെയുള്ള കുട്ടികൾ അല്ല മുതിർന്നവർ. ഇതൊരു താഴെയുള്ള ഒരു ചെറിയൊരു ഗുഹയാണ് ആ കണ്ടത്. നിറയെ മുൾച്ചെടികളൊക്കെയാണ്. ഇതാണ്